ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ലീവ് കട്ടിംഗ് ആണ് പറയുന്നത്. നമ്മുടെ കൈക്കുഴിയുടെ അവിടെ ഒരു തരത്തിലുള്ള ചുളുക്കവും വരാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് തുടക്കക്കാർക്ക് നല്ല സിമ്പിളായിട്ട് അവനവൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാവേ. ആ ഒരു മെത്തേഡാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടായിട്ട് നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ബോട്ടം ഭാഗം വരുന്നത് ഒന്ന് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ക്ലോത്തിനെ നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തെടുത്ത് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഇത് നമുക്ക് മടക്കി വെക്കാനുള്ള ഭാഗമാണ്. അപ്പം നമുക്ക് ലൈനിങ് വെച്ചാണെങ്കിൽ 1/2 ഇഞ്ച് കൊടുത്താൽ മതി, എന്നിട്ട് മടക്കി കൊടുത്താൽ മതി. നമ്മൾ ലൈനിങ് വെക്കാതെയാണ് ഉള്ള ക്ലോത്തിനാണെങ്കിൽ നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്നാണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മളിപ്പം 10 ഇഞ്ചാണ് നമ്മുടെ സ്ലീവിന് ലെങ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ മടക്കിയ കൊടുത്ത പോയിന്റിൽ നിന്ന് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ ലെവൽ ചെയ്ത് നന്നായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബോട്ടം ഭാഗം നമ്മൾ മടക്കി കൊടുക്കാനായിട്ടാണ് അവിടെ 1 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ലെങ്തിൻ്റെ പോയിന്റിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ആം ഹോളിൻ്റെ അവിടുത്തെ ആ കൈക്കുഴിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ആ ഭാഗവും വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 3.5 ഇഞ്ചാണ് ഈ കൈക്കുഴിക്ക് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളുടെ സ്ലീവിന് നല്ല ലെങ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ലെങ്ത് കുറച്ചാണെങ്കിൽ നമുക്ക് 2.5 ഇഞ്ചിൻ്റെ ആവശ്യമുള്ള നമ്മൾ ഷോർട്ടായിട്ടുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഈ കൈക്കുഴി 2.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്ലീവിൻ്റെ വിഡ്ത്താണ്. അത് നമ്മൾ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മളൊരു 32 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഈ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 5.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേ 5.5 ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ബോട്ടം ഭാഗത്ത് എത്രയാണോ, അതായത് ഓപ്പൺ വരുന്ന ഭാഗത്ത് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. നമ്മളിപ്പോൾ 4 ഇഞ്ചാണ് നമ്മുടെ സ്ലീവിന് ഓപ്പൺ കൊടുക്കുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേ 1.5 ഇഞ്ച് തന്നെ നമ്മൾ ഈ ബോട്ടം ഭാഗത്തും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓപ്പൺ വരുന്നിടത്ത്. ഇങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണോ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ സീം അലവൻസും ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മളിപ്പോൾ ഈ സ്ലീവിൻ്റെ ബോട്ടം ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മളിവിടെ 5.5 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തത്, അതേ 5.5 ഇഞ്ച് നമ്മളിവിടെയും മാർക്ക് ചെയ്തു. ഇനി ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ 3.5 ഇഞ്ചിൻ്റെ കറക്റ്റ് സെൻറ്റർ കാണുകയാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ ടേപ്പിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ ആം ഹോളിൻ്റെ കർവ് കൊടുക്കുന്നത് അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് ആണ്, അതിൻ്റെ കറക്റ്റ് നമ്മൾ നടുക്കാണ് ഇതുപോലെ മാർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേപ്പിനെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് ആ കറക്റ്റ് സെൻറ്റർ കണ്ടാൽ മതിയേ. എന്നിട്ട് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നു. നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഭാഗം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് 5.5 ഇഞ്ചല്ലേ നമ്മൾ വിട്ട് കൊടുത്തത്, ആ 5.5 ഇഞ്ചിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ കാണുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ടേപ്പ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇവിടെയും നമ്മൾ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗവും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയും ഈ പകുതിയുടെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടവും നമ്മൾ കറക്റ്റ് സെൻറ്റർ ടേപ്പ് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് വേണം നമ്മൾ ടേപ്പ് വെച്ച് കൊടുക്കാനായിട്ട്. അതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും വ്യത്യാസം വരാൻ പാടില്ല. ഇതുപോലെ വെച്ച് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റ് സെൻറ്റർ കാണാവേ. ഇത് തുടക്കക്കാർക്ക് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്താൽ അതുപോലെ തന്നെ ഒട്ടും ചുളുക്കവും വരത്തില്ല. നമുക്കിതുപോലെ തന്നെ 8 കട്ടകളായിട്ടാണ് ഇപ്പം 8 കോളമായിട്ട് നമുക്കിപ്പം ഇങ്ങനെ ലഭിക്കും. കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആം ഹോൾ കർവ് വെച്ചാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇത് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവർക്കും ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ പുറത്തേക്ക് ഇങ്ങനെ ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന ആ ഷേപ്പ് വഴിയാണ്, നമ്മൾ ഈ വളഞ്ഞിരിക്കുന്ന ഷേപ്പ് വഴിയാണ് നമ്മളിതിന് ഷേപ്പ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ വരച്ചില്ലേ, അവിടേക്ക് നമ്മളുടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ക്ലോസ് ആയ ഭാഗമല്ലേ, ആ ഭാഗത്തു നിന്ന് നന്നായിട്ട് അവിടെ വളവും വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുവേ, എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിനെ ഒന്നുകൂടെ തിരിച്ച് കൊടുത്ത് എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനും ഇത് വളരെയധികം ഒന്നും യൂസ് ചെയ്തിട്ടുള്ളതല്ല, സാധാ രീതിയിലാണ്. ഞാൻ എപ്പോഴും വേറൊരു രീതിയിലാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് തുടക്കക്കാർക്ക് നന്നായിട്ട് കൈക്കുഴി ഒന്നും ചുളുക്കമില്ലാതെ ഏറ്റവും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ്. ഇപ്പം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ആം ഹോളാണ്. ഇനി നമുക്ക് ബാക്ക് ആം ഹോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നോക്കാവേ. നമ്മളുടെ ആം ഹോൾ കർവ് എടുത്തതിന് ശേഷം നമ്മുടെ ക്ലോസ് ആയ ഭാഗം ഇതുപോലെ യോജിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ ഈ പോയിന്റിലേക്ക് വെച്ച് കൊടുക്കുക. അടുത്ത ആ കളത്തിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആം ഹോൾ കർവ് നമ്മൾ ഇതുപോലെ തിരിച്ച് കൊടുത്തതിന് ശേഷം ഈ ഭാഗം നമ്മൾ ആ സീം അലവൻസ് കൊടുത്തിരിക്കുന്ന ഭാഗവും ഇവിടവും കൂടെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഇങ്ങനെ വശങ്ങളും തമ്മിൽ യോജിച്ച് വരുന്നിടം എവിടെ വേണമെന്നാണ് നമ്മൾ നോക്കേണ്ടത്, ഈ ആം ഹോൾ കർവുമായിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഫ്രണ്ട് ആം ഹോളാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് ബാക്ക് ആം ഹോളുമാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു സ്ലീവിൽ തന്നെ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. നമ്മൾ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആം ഹോളെ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾ സ്ലീവ് നിവർത്തിയതിന് ശേഷമാണ് ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ ഇതുപോലെ കിട്ടുവേ. അപ്പം ഈ ഒരു മെത്തേഡിൽ തുടക്കക്കാർക്കും നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഒരു സ്ലീവിൽ തന്നെ നമ്മളിതൊരു മെത്തേഡിൽ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കാവേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.